CPM കേന്ദ്ര കമ്മിറ്റി അംഗം E.P. ജയരാജൻ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഇത്തവണ അദ്ദേഹം എഴുതിയതാണ് പ്രശ്നത്തിലേക്ക് എത്തിയത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് വലിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. പാർട്ടിക്കെതിരെ പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ E.P. ജയരാജൻ ഇതിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിമാരെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് മാറി. തിരുത്തൽ വേണം, അത് പറഞ്ഞാൽ പോരാ, ചെയ്യുക തന്നെ വേണം, അടി മുതൽ മുടി വരെ മാറണം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും വിമർശനമുണ്ട്. അങ്ങനെ വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കുന്ന ഈ ദിവസം തന്നെ ഇത് പുറത്തു വന്നത് ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് ഇതിന് മറുപടിയുമായി എത്തിയ E.P. ജയരാജൻ വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു വിവാദത്തിലായിരുന്നു E.P. ജയരാജൻ. BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ള അഭ്യൂഹങ്ങൾ അവിടെയും ഇവിടെയും കേൾക്കുമ്പോൾ ആ പോളിംഗ് ദിനമാണ് അന്ന് E.P. ജയരാജൻ അക്കാര്യത്തിൽ ഉറപ്പു പറയാൻ താൻ കണ്ടിരുന്നു, അതിലെന്താണ് തെറ്റ് എന്നുള്ള കാര്യവുമായി രംഗത്തെത്തി വിവാദത്തിലായത്. അതിനു പിന്നാലെ ഇപ്പോൾ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്ന സർക്കാരിന് മറുപടി പറയേണ്ടി വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകൾ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് പരീക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ E.P. ജയരാജൻ പാർട്ടിക്കെതിരെ പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ അത് എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. പാർട്ടി എന്ത് നിലപാടെടുക്കും E.P. ജയരാജൻ്റെ കാര്യത്തിലെന്ന് അറിയേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, E.P. ജയരാജൻ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയോ E.P. ജയരാജൻ സ്വയം സമ്മർദ്ദത്തിലായോ എന്നതിനപ്പുറം E.P. ജയരാജൻ്റെ ബുക്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ആ 177 പേജുകളിൽ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ അത് പുറത്തു വരുമ്പോൾ കുറേ കൂടി വെട്ടിലാകും CPM എന്ന പാർട്ടി എന്നതിൽ സംശയമില്ല. NTV UAE to the world.